സന്ദേശം എന്ന ഒറ്റ ചിത്രം മതി. കാലാനുഗതമായ കാലാതീതമായ സിനിമയുടെ പാച്ചിലായിരുന്നു സന്ദേശം എന്നത്. വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതാണ്, സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. എത്ര കാലം കഴിഞ്ഞാലും സജീവമായി ചർച്ചയാകാൻ സാധ്യതയുള്ള ഒരു ചിത്രം. ശ്രീനിവാസൻ ചിത്രങ്ങളുടെ മറ്റൊരു പ്രത്യേകത എത്ര വട്ടം കണ്ടാലും മതിവരാത്ത കഥാതന്തുവായിരിക്കും, പ്രമേയമായിരിക്കും, തിരക്കഥയായിരിക്കും ആ ചിത്രത്തിന് എന്നതാണ്. ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, എവിടെയാണുള്ളത്? നിലവിൽ എറണാകുളം ടൗൺ ഹാളിലാണ് പൊതുദർശനം ഇപ്പോൾ നടക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നു. നേരത്തെ കണ്ടനാട് ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോഴും നിരവധി ആളുകൾ, നടൻ മമ്മൂട്ടി അടക്കമുള്ള ആളുകളുടെ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. സിനിമ പല ഘട്ടങ്ങളിലും ശ്രീനിവാസനുമായി അടുത്ത ആത്മബന്ധം പുലർത്തിയ ആളുകളാണ്. രഞ്ജി പണിക്കരാണെങ്കിലും നടൻ മമ്മൂട്ടിയാണെങ്കിലും എല്ലാം തന്നെ ആ ഒരു വിയോഗത്തെക്കുറിച്ച് തന്നെയാണ് അവരെല്ലാം തന്നെ പരാമർശിച്ചത്. നേരിട്ട് അദ്ദേഹം മമ്മൂട്ടി പ്രതികരിച്ചില്ല എങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ എല്ലാം സുഹൃത്തുക്കളോടക്കം പങ്കുവച്ച കാര്യം എന്ന് പറയുന്നത് ഒരുമിച്ചുള്ള കാലത്തെക്കുറിച്ചും ഒരുമിച്ചുള്ള സിനിമാ മേഖലയിലെ സജീവമായിരുന്ന കാലഘട്ടത്തെക്കുറിച്ചും എല്ലാം തന്നെയായിരുന്നു അവരെല്ലാം ഓർമ്മിച്ച് എടുക്കുകയും ചെയ്തത്. അങ്ങനെ ഒരേ സമയം ഈ ഒരു കണ്ണൂരിൽ നിന്നും എറണാകുളത്ത് സ്ഥിരതാമസമാക്കിയ ശേഷവും അദ്ദേഹം സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാം തന്നെ ഇടപെടലുകൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ അദ്ദേഹം സജീവമായിരുന്നു എന്നത് തന്നെയാണ് ശ്രീനിവാസൻ ഏറ്റവും പ്രധാനം. അങ്ങനെ നിരവധി വലയം ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ ശാരീരിക പ്രശ്നങ്ങൾ, നേരത്തെ തന്നെ വിവിധ അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. പലപ്പോഴും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. ഏറെ നാളത്തെ ആശുപത്രി വാസത്തിന് ശേഷമായിരുന്നു പലപ്പോഴും അദ്ദേഹം ഇതിൽ നിന്ന് ആശുപത്രി വാസത്തിന് ശേഷമായിരുന്നു അദ്ദേഹം ഡിസ്ചാർജ് ആയി വീണ്ടും സിനിമാ മേഖലയിൽ സജീവമാകുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് വീണ്ടും എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശ്രീനിവാസനെ തന്നെയായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് അസുഖം മൂർജിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ശ്വാസതടസ്സമാണ് അദ്ദേഹം ഉണ്ടായി. തുടർന്ന് സ്ഥിരമായി ചികിത്സിക്കുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടയിൽ രോഗം കൂടുതൽ ശ്വാസതടസ്സം ഉണ്ടാവുകയും ആരോഗ്യനില മോശമാകുന്ന ഒരു സ്ഥിതിയിലായിരുന്നു. താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നതും 8:45 അദ്ദേഹത്തെ അവിടെ എത്തിക്കുന്നതും പിന്നീട് മരണം സംഭവിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. നേരത്തെ